പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലെ സുപ്രഭാതം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ നിയോഗം ഭക്തിയോട് ഓർക്കുക, അത് നടക്കുമെന്ന് വിശ്വസിക്കുക, മാതാവിനെ ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഇടപാടുകൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും, ഈ നിമിഷം പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കർത്താവിന്റെ തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവ് സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട്. കുടുംബത്തെ പോലും മറന്ന് അധ്വാനിക്കുന്നവരുണ്ട്. കർത്താവ് അവർക്ക് വേണ്ട ഫലം കൊടുക്കണം. കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം തിരുവാതിര ഞാറ്റുപേര് തന്നെ കർത്താവ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കുരുമുളക് കഴുകിക്കൊണ്ട് ജീവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഈശോയെ, കടലിലാണെങ്കിൽ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം, വൻ കപ്പലുകൾ, ഫാക്ടറി കപ്പലുകൾ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം, മത്തിയെ കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മത്തി പെരുകി അവസാനം സൂചി മത്തി പോലുള്ള ചെറിയ മത്തി പോലെ ആയിപ്പോയി. വലിയ മത്തി കിട്ടുന്ന സമയത്ത് പോലും ഒരു വിലയുമില്ലാത്ത ചെറിയ മത്തി ആൾക്കാരെ കഴിക്കുന്നത്. എന്തൊരു ഭക്ഷ്യ ശൃംഖലയിൽ വന്നിരിക്കുന്ന വലിയ തകർച്ചയാണ്. അമ്മ പറഞ്ഞല്ലോ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റും. അമ്മേ, ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനോ ലോകത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ സാരോപദേശങ്ങൾ നൽകാനേ പറ്റത്തുള്ളൂ. പല ഉച്ചകോടികളും സാരോപദേശങ്ങളുമായിട്ട് ലോകം പുരോഗമിക്കുമ്പോഴും ലോകം ഒരു വശം കൊണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുകയും പ്രളയം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ കാഴ്ചകളിൽ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങളെ ലോകത്തെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ പേരിൽ പെയിൻറ്റേഴ്സ് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയിൻറ്റർമാരാരും വിളിക്കത്തില്ല. അവിടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടിണിയായി പോകും. ഇങ്ങനെ കരപ്പണി ഒന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ 500 മില്ലിലിറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. 182 ലിറ്റർ മഴയ്ക്ക് പകരം ഇത്രയും മഴ ഈ മാസം പെയ്ത് മാറിയിരിക്കുന്നു. എത്രയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ പേര് വിഷമിക്കുന്നു.
കർത്താവ് അവർക്കെല്ലാം കർത്താവ് കാലാവസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് മൂലം ഉണ്ടാകുന്ന ചേഞ്ച്, അതുമൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന കൃപാസന മാതാവ് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ഈ തൊഴിൽപരമായ ദുരന്തങ്ങൾ, ശാരീരിക ദുരന്തങ്ങൾ, രോഗദുരന്തങ്ങൾ, എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ദുരന്തങ്ങളിലേക്ക് അങ്ങയുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകാം, തെറ്റായ തീരുമാനമെടുക്കുന്ന ദുരന്തങ്ങളാകാം, അതുപോലെ തന്നെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാകാം. ചിലപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പഠനത്തിൽ തെറ്റായ തീരുമാനമെടുക്കും, ചിലപ്പോൾ ജോലിയിൽ തെറ്റായ തീരുമാനമെടുക്കും, വിവാഹത്തിൽ തെറ്റായ തീരുമാനമെടുക്കും, ദൈവത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യവും അതുപോലെ സാമൂഹികവുമായ ദുരന്തങ്ങൾ, എല്ലാവിധ ദുരന്തങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരെ സ്വയം പഴിച്ചുകൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരുടെയും തന്നെ സ്വരത്തി പറഞ്ഞ് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ജീവിക്കുന്ന സർക്കിള്, വിഷമവൃത്തത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അമ്മ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, വിഷമവൃത്തത്തിലും ദുരന്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുവാമേ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 17:11, സങ്കീർത്തനം 80:3. മത്തായി 17:11. അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അടുത്തത് സങ്കീർത്തനം 80:3. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അതായത് ആദ്യം പറയണത് മത്തായിയുടെ സുവിശേഷം 17:11. എന്താ പറയണത്? ഈശോ പറയണാണ് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കത്തിനെ ചെയ്യും. സങ്കീർത്തനം 80:3 പറഞ്ഞത് എന്താണ്? ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്താണ്? അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അപ്പോൾ പുനരുദ്ധരിക്കുക, പുനഃസ്ഥാപിക്കുക, പുനഃക്രമീകരിക്കുക, അത് രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ്. ഇപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറയത്തില്ലേ? അത് ആർക്കും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പുനരുദ്ധരിക്കുകയാണ്. പുനരുദ്ധരിക്കുക എന്താ? അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക. പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ പുനഃസ്ഥാപിക്കുക. പുനരുദ്ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മളെ വീണ്ടും ദൈവം റീസെറ്റ് ചെയ്യാം. ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വചനം എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഴയ നിയമമാണ് സങ്കീർത്തനം, പുതിയ നിയമമാണ് മത്തായിയുടെ സുവിശേഷം. രണ്ടിലും കൈകാര്യം ചെയ്യുന്നതാണ്. ഒന്നിന് പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത്, ഒന്നിന് പുനഃസ്ഥാപിക്കുക എന്ന് പറയും. അപ്പോൾ പുനഃസ്ഥാപിക്കുക, ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് നമ്മൾ രക്ഷപ്പെടുക. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഉടനെയുള്ള നടപടി എന്താണ്? പുനഃസ്ഥാപിക്കുകയാണ്. എന്ത് പുനഃസ്ഥാപിക്കണം? ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:14. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇപ്പൊ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി ഞങ്ങളെ പുനരുദ്ധരിക്കണമെന്നാണ് സങ്കീർത്തനം പറയണത് 80:3. ഇപ്പൊ ജെറമിയ പറഞ്ഞിരിക്കണേ 29:14. എന്താണ്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഐശ്വര്യം പുനഃസ്ഥാപിക്കണ എന്താ മാർഗം? അതായത് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അപ്പം അവിടെ ഐശ്വര്യം മാത്രമല്ല, ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏലിയ എങ്ങനെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിച്ചത്? ഏലിയ പറഞ്ഞു വരാൻ പോകുന്ന നാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ജനങ്ങൾ വന്ന് ഏലിയയോട് ചോദിച്ചു. എന്നാ ചോദിച്ചത്? ജനക്കൂട്ടം എന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ, രക്ഷപ്പെടാനും ഐശ്വര്യം പുനഃസ്ഥാപിക്കാനും എന്ത് ചെയ്യണം? അപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താണ് ഈ ഏലിയായുടെ സ്ഥാനത്ത് യോഹന്നാൻ സ്നാപകൻ പറയണത് എങ്ങനെയാണ്? ജനക്കൂട്ടം എന്ന് ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യണം? ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ലൂക്ക 3:10. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ. ദാനധർമ്മം ചെയ്യണമെന്നാ പറയണത്. ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ പറയണം. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഉടമ്പടി അങ്ങനെ കുറേ ഹോംവർക്കുകളുണ്ട്. എന്താണെന്നറിയാമോ?
ഇതെല്ലാം ഐശ്വര്യം. അതായത് വിളങ്ങനെ വെച്ച് ഞാൻ 90 കൊന്ത ചെല്ലിയപ്പോൾ എന്നോട് വിജയകുമാരൻ സാർ പറഞ്ഞത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. എന്താണ്? അതായത് അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ അനുതാപം എന്ന് പറയണത് നമുക്കറിയാം, ഈ അനുതാപം എന്ന് പറയണത് ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ തിന്മകൾ സമൂഹത്തോട് ഏറ്റുപറയും. പിന്നീട് സഭയുടെ പ്രത്യേക അധികാരത്തിൽ, അപ്പോസ്തലികമായ പത്രോസ് കൊടുത്ത അധികാരത്തിൽ അത് ഈശോയുടെ പ്രതീകമായ പ്രതിനിധിയായ വൈദികനോട് പറഞ്ഞ്, ഈശോയോട് പറഞ്ഞതിന് പകരം പറഞ്ഞിട്ട് കർത്താവ് കൊടുത്ത പാപക്ഷമ സ്വീകരിക്കാം. അവരുടെ ഉദ്ദേശം എന്താണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ കുംഭസാരം എന്ന കുദാശ ഉള്ളവർക്ക് അതാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതില്ലാത്തവരുണ്ടല്ല, അവരില്ലാത്തവർ ആ പാപങ്ങളെയും പാപത്തിൻ്റെ ജീവിത രീതികളെയും അവർ വെറുത്തുപേക്ഷിക്കണം. അതുകൊണ്ടാണ് ആൾക്കാർ പരിഹാരം ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇപ്പം മലയിലൊക്കെ ഇരുമുടിക്കെട്ടുമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ 18-ാം പടി കയറണത്? ആ പരിസരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് അത് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹം. നമ്മുടെ ഋഷിമാരൊക്കെ പാടിയിട്ടില്ല അങ്ങനെ. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിപ്ലവമായിട്ടും രക്തദൂഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷേ ഈശോ പറഞ്ഞ് വാളെടുക്കുന്നവരൊക്കെ പിന്നീട് വാളാൽ തന്നെ നശിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല, രക്തത്തിൻ്റെ വഴികളാണ്. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു യുഗത്തിലെ, ഇപ്പം ത്രേതായുഗം, കലിയുഗം, അങ്ങനെ വ്യത്യസ്തമായ ദ്വാപരയുഗം, യുഗങ്ങളില്ലേ, ആ യുഗങ്ങളിൽ മാത്രം അത്രയും ഇടവേളയിൽ വെച്ച് ധർമ്മം സംസ്ഥാപിച്ചാൽ എന്തുമാത്രം മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ഈ അനുതാപം എന്നുള്ളത്, ഈ വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ്. പത്രോസ് ആണ് ഐശ്വര്യം സ്ഥാപിച്ചതിൻ്റെ ബൈബിളിലെ ഏറ്റവും വലിയവൻ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പറയും, ഹി വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരഞ്ഞു എന്നല്ല, കരഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും തൻ്റെ തിന്മകളെക്കുറിച്ച് അനുതാപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള സുവിശേഷ നടപടി. ആഗമനകാലത്ത് ഇത്രയും കേട്ട് കർത്താവിനെ തിരിച്ചു വരാൻ എല്ലാവർക്കും കഴിയട്ടെ. ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷേകം കിട്ടിയിരിക്കുന്ന വചനം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. കർത്താവ് ചോദിച്ചില്ലേ, എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 6:25. മത്തായി 6:25. ഞാൻ നിങ്ങളോട് പറയുന്ന എന്ത് ഭക്ഷിക്കും, എന്ത് എന്ത് പാനം ചെയ്യാം, എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും, എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേ, സങ്കീർത്തനം 32:8 എന്താ പറയണത്? നീ നടക്കേണ്ട വഴി. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് അതെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട ഉടുപ്പ്, നീ ചെയ്യേണ്ട ജോലി, നീ വസിക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, എവരിത്തിങ് നിന്റെ കർത്താവിന്റെ അടുത്തുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ വഴിയും വാതിലും കാണുന്നിരുന്നപ്പോൾ തലപോഞ്ഞ് ഇരുന്നിട്ട് വിഷമിച്ചിട്ട് ഒരു കഥയുമില്ല. മറിച്ച് ഇതിൻ്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ നിന്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈശോ, ഇസ് ഇറ്റ് റൈറ്റ്, ദിസ് ഇന്റൻഷൻ ഈസ് റൈറ്റ് ഓർ നോട്ട്, ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്? ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഇത് എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആധ്യാത്മിക ജീവിതത്തിൽ ഇത് എനിക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ശാന്തശീൽ അനുഗ്രഹീതരാകുന്നു അവർ ഭൂമി കൈവശമാക്കാൻ, നീ വ്യഗ്രത കാണിക്കേണ്ട, ശാന്തമായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഓരോ കാര്യത്തെക്കുറിച്ചും കർത്താവിന് വ്യക്തതയുണ്ട്. എൻ്റെ ദൈവത്തിൽ നീ നടക്കേണ്ട വഴി, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട വസ്ത്രം,
നീ താമസിക്കേണ്ട ഇടം, നീ കല്യാണം കഴിക്കേണ്ട വ്യക്തി, എവരിത്തിങ് നിന്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. അതെന്ത് സംഭവം എന്ന് പറയാം മക്കളെ? നിങ്ങളുടെ കർത്താവ് എന്താ നമ്മോട് പറഞ്ഞത്? നിന്റെ ശത്രു നിന്റെ വീട്ടിലായിരിക്കട്ടെ. ഇത് ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മത്തായി 10:36. 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. ഒന്ന് പറഞ്ഞേ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. ഒരുവന്റെ ശത്രുക്കൾ. ആര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാണ്. ഇപ്പൊ നേരത്തെ ഈശോ 1:10-4:11 എന്താ പറയണത്? അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവരെ പോലെ. ഇപ്പോൾ കർത്താവ് തന്ന അരുളപ്പാടാണ് ഈ വചനം. എനിക്കറിയാൻ പറ്റില്ലായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, എന്നാ പറഞ്ഞതറിയാവോ? നമ്മളിരുന്ന് വചനം വായിക്കലേ, വചനം വായിക്കുമ്പോൾ അടുക്കളയിലും ഉമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കുഞ്ഞനം കുത്തും. പിന്നെ ഇരിപ്പുണ്ട്, ഈ ഒരു പണിയും ചെയ്യത്തില്ല ഈ വീട്ടിൽ. വചനം കൊണ്ടുമ്പോൾ ഇരിക്കാൻ പറയോ? അതേ വചനം പെട്ടിയും വെച്ചോണ്ട് ഇരിപ്പുണ്ട്, ഇനി ഈ വീട്ടിൽ ഒരു പണിയും നടക്കത്തില്ല. നമ്മളെ വീട്ടിലുള്ള പിശാചുകൾ ഇതിനെ ആക്ഷേപിക്കും. അപ്പനാകാം, അമ്മയാകാം, നാത്തുനാകാം. ഇത് പിശാചാണ്, ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ തിരിച്ചറിയണം. നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ശത്രു. ഇതിപ്പോൾ ഈശോ പറഞ്ഞതാണ്. ഒരുവൻ്റെ ശത്രു അവൻ്റെ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ ഓരോ വീട്ടുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി, കഴിക്കേണ്ട ഭക്ഷണം, ധരിക്കേണ്ട വസ്ത്രം എല്ലാം എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല, പിശാച് ഇരുത്തത്തില്ല. പിശാച് അപ്പനിലൂടെ, നാത്തനിലൂടെ, അമ്മയിലൂടെ, ആൻറ്റിയിലൂടെ, അരിനിലൂടെ, ആങ്ങളെയൂടെയൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും. അവളിരുന്നിട്ടുണ്ട്, ഇനി ഒരു പണി നടക്കത്തില്ല വീട്ടിൽ. ഇത്രയും നാൾ ഇതിന് കുത്തി എന്ത് നേടി? വല്ല ഭ്രാന്ത് പിടിക്കാൻ വേണ്ട, എഴുതിട്ട് പോയെന്ന് പറയും. ആ ബൈബിൾ വായിച്ചാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് ആര് പറയും? അപ്പം പറയണം അത് പിശാചാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിൾ വായിച്ചാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് നോക്കണം. അപ്പനായാലും അമ്മയായാലും ആൻറ്റി ആയാലും ആങ്ങളെയായാലും നാത്തുനായാലും നോക്കണം. ഈ സാധനത്തിന് വാലുണ്ട, ഈ സാധനത്തിന് കൊമ്പുണ്ടാന്ന് നോക്കണം. സാധനം വേറെയാണോ വന്നിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും. എൻ്റെ ദൈവപൈതല നീ നടക്കേണ്ട വഴി ദൈവപൈതലാകണം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആയത്. അങ്ങനെയാണ്. ഞാൻ ദൈവപൈതലാണെന്ന് വീമ്പിടിക്കുകയല്ല. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഞാൻ 38 വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത്. ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ്. ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി, ആ വ്യക്തിബന്ധം ആഴമുള്ളാകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട്. ദൈവസ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എന്ത് നമ്മളോട് കൊണ്ടുണ്ട് എന്ത് തീരുമാനിക്കണമെന്നും നമ്മൾ എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും. ആ വഴികളിലൂടെയാണ് സഭയെ നമ്മൾ 2000 കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത് വ്യക്തികളിലൂടെയാണ്. ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് ദൈവം സംസാരിക്കുന്നതും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വം ഉണ്ടാകണം. അത് പ്രവർത്തനം വഴിയാകാം, പ്രാർത്ഥന വഴിയാകാം, ദൈവവചനം വഴിയാകാം, വായന വഴിയാകാം, ശുശ്രൂഷ വഴിയാകാം. പക്ഷേ ഇപ്സഭാഗത്ത് ബൈ നോ മീൻസ് ഇറ്റ് ഷുഡ് ബി എ സിൻസിയർ എഫക്റ്റ്. സത്യസന്ധമായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ സജി എന്ന് പറയുന്ന വ്യക്തി തമിഴ് പത്രം പിടിച്ച തമിഴന്മാർക്കും ഹിന്ദി പത്രം പിടിച്ച ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ, കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്ത്? ഭാര്യ മാൾട്ടായിരിക്കുക, അന്തോ ഇല്ല കുന്തോ ഇല്ലായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയിരിക്കുക. അപ്പോൾ അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു, മലയാളി. അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് ആഴ്ച 2 ദിവസത്തെ പണിയാണുള്ളത്, അത് 3 മണിക്കൂർ പണിയേ ഉള്ളൂ, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം. ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക്, ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതായത് നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴേ കണ്ട ഈ അമ്പിളിയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാവോ? ഇവരിങ്ങനെ എയർലിൽ നിന്ന് വരികയല്ലേ, കർത്താവിൻ്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആപ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് പോകും. പിന്നെ അവർ നയിച്ചുകൊണ്ടിരിക്കും വിഷയത്തെ. നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് ഫയറാകുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാണ്. സത്യസന്ധമായ ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ
തൂക്കി നോക്കും, ദൈവത്തെ തൂക്കും. ദൈവത്തെ തൂക്കിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായി, ഇല്ലെങ്കിൽ കയ്യിലെ കാശ് പിന്നെയും പോകുകയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറഞ്ഞുകൊണ്ടേ ചെയ്യും. അതാണ് ഉടമ്പടി കത്താത്തത്. ഉടമ്പടിയുടെ വെച്ചാൽ ഇനി ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്, സജി എന്താ ചെയ്തിരിക്കുന്നത്, സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചെയ്വനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു. ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാണിച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു, ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും, ഒരു കുഴപ്പമില്ല. നമ്മുടെ ജാതിയും മതം നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കുന്നത്? അല്ല, അത് ഡോളർ ആയതുകൊണ്ടാണ്. ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടിയിൽ ഇന്ന ആളെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും. അതിന് കത്തോലിക്കനാണെന്നൊരു നിർബന്ധമില്ല. ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ കത്തോലിക്കലല്ലാത്ത ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ, ഇടിവെട്ട് സാക്ഷ്യങ്ങൾ വരേണ്ട കാരണം ഇതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചെയ്വനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെ സത്യസന്ധമായി നിറവേറ്റാൻ എനിക്ക് ആവശ്യമായ വിശ്വസ്തത നൽകണമേ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതെല്ലാം പർച്ചേസിങ് മോഡിലാണ് ഉള്ളത്. ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു, അതുപോലെ തന്നെ നമ്മുടെ വിലകൾ വർദ്ധിക്കുന്ന അനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ. നമുക്ക് ഒരു വിലയില്ലാത്ത സാധനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക, വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശ് മുടക്കി മേടിക്കുക? ഇല്ല. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാണ് കാശ് കൊടുത്ത് മേടിക്കണം? ഓക്സിജൻ ഇല്ല, മേടിക്കത്തില്ല, എല്ലായിടത്തും ഉണ്ടത്. അതിന് വിലയില്ല. ഒരു കാലം ഉണ്ടായാൽ ചിലപ്പോൾ ഓക്സിജൻ വില കൊടുത്ത് മേടിക്കണം. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ വില കൊടുക്കണില്ല, കാര്യം ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ്, അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ ദൈവം ഇപ്പം ഒന്ന് കുറഞ്ഞ് 6:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ്? എന്താ 1 കൊരിന്തോസ് 6:20 എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താ? വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുക? അതാണ് 1 കൊരിന്തോസ് 6:20 പറയണത്. എന്താ പറയണത്? പറഞ്ഞ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താ കർത്താവിൻ്റെ വലിയ ഉദ്ദേശിക്കണത്? കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന് മറ്റ് ജീവമണ്ഡലങ്ങളെ ഉള്ള വസ്തുക്കളെക്കാളും ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷികളെക്കാളും നമുക്ക് വിലയുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളെക്കാൾ വിലയുണ്ട് എന്നൊക്കെ ഈശോ ആദ്യം പറയും. നിങ്ങൾക്ക് പക്ഷികളെക്കാൾ വിലയുണ്ടെന്ന് ആദ്യം പറയും. പിന്നെ പറയും നിങ്ങൾക്ക് മൃഗങ്ങളെക്കാൾ വിലയുണ്ടെന്ന് പറയും. പിന്നെ പറയും നിങ്ങൾക്ക് മനുഷ്യരെക്കാൾ വിലയുണ്ടെന്ന് പറയും. അപ്പോൾ വില ഒരു പ്രശ്നമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 6:26 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 6:26 ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ വില നിശ്ചയിച്ചിട്ടുണ്ട്. വില ഒരു പ്രശ്നമാണ്. ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടിയിലും വില ഒരു പ്രശ്നമാണ്. പക്ഷികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ. രണ്ടാമതുണ്ട് മൃഗങ്ങളെക്കാൾ വിലയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മത്തായി 12:12 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ മത്തായി 12:12 ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. ആടിനേക്കാൾ പറഞ്ഞേ, ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവരാണ് മനുഷ്യർ. അപ്പം മനുഷ്യരിലേക്ക് വരണത് ആദ്യം ധാതുക്കൾ, പിന്നീട് ചെടികൾ, പിന്നീട് ആനിമൽ കിങ്ഡം, ഇങ്ങനെ എല്ലാം കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ ഹ്യൂമൻ കിങ്ഡം വരണത്. അപ്പോൾ അതിനേക്കാൾ വിലയുള്ളവരാണ് പ്രപഞ്ചത്തെ. ദൈവം വില കൽപ്പിക്കുകയാണ് മനുഷ്യൻ. ഇനി
പിന്നെ ഒരു മനുഷ്യനുണ്ട്. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി മാത്രം വിലയുള്ള മനുഷ്യർ. അതെന്ത് മനുഷ്യരാണ്? കർത്താവിൻ്റെ ആത്മാവ് ദൈവം നിക്ഷേപിച്ചുള്ള മനുഷ്യർ. അവിടെ ആത്മാവ് വരണത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കാൻ കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇനി യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നിത്യത അവകാശമാക്കാനുള്ള ദൈവ പൈതലിൻ്റെ വില എങ്ങനെയാണ് കൂടണതെന്നാണ് പറയണത്. ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലുള്ള ചെയ്വനകളെ എൻ്റെ നിവർത്തിക്കൽ മൂലം എന്താണ് അവിടെ ശാസ്ത്രീയമായി സംഭവിക്കുന്നത്? നമ്മുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായി മൂല്യം വർദ്ധിക്കുന്നത്, ആ മൂല്യത്തെ ദൈവം, വർദ്ധിത മൂല്യത്തെ ദൈവം മാനിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഒരു പ്രമേയമാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ എങ്ങനെ മനുഷ്യൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാം എന്ന് വെച്ചാൽ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് വചനം പറയണില്ലേ? 1 കൊരിന്ത്യൻസിൻ്റെ 6:20 അപ്പം ദൈവം വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ഒരു വ്യക്തിയുടെ മൂല്യം എങ്ങനെ വർദ്ധിക്കാൻ പറ്റുമെന്ന് യേശു പറയുന്നുണ്ട്. 10:31 എടുത്ത് മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 10:31. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. ഇനി ഈ വിലയിൽ എങ്ങനെയാണ് വില വരണത്, എങ്ങനെയാണ് വില കൂടിയത്, എങ്ങനെയാണ് വില കൂട്ടണത് എന്ന് 10:32 അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും. അടുത്ത വചനം എന്താ? മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ഈ ട്രാൻസ്ഫർ, ഈ ചരക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ ഉരുപ്പടി പിതാവിൻ്റെ സ്വർഗത്തിനെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരുത്തുന്നു. മനസ്സിലായ? ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ വിഷയം ഏറ്റെടുത്തിട്ട് നിങ്ങളെ ദൈവം പിതാവിനെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റും. ഇതാണ് എൻ്റെ വിഷയം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കണം ഈ വിഷയം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് പറയണത്? മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? അതിനൊറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ. 10:32 എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. പിതാവിന്റെ മുമ്പിൽ കാണിക്കുക. എക്സ്പോർട്ട് ക്വാളിറ്റി ആയി. ഇന്ത്യൻ മാർക്കറ്റിൽ അല്ല ഈ സാധനം ഇനി വിടാൻ പോണത്. ഇത് എക്സ്പോർട്ട് ജർമ്മനിയിലേക്ക് സ്ഥലത്ത് കയറ്റിയേക്കാൻ പോവുകയാണ്. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയി, സ്വർഗത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വസ്തുവായി മാറുകയാണ്. അതാണ് പിതാവിൻ്റെ മുമ്പിൽ എന്ന് പറയണത്. അപ്പോൾ ഇത് എന്തെങ്ങനെയാണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ അവിടെ വിഷയം. എങ്ങനെയാണ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആകണത്? വിദേശ വിനിമയത്തിന് പറ്റണ രീതിയിലുള്ള ഒരു കമ്മോഡിറ്റി ആയിട്ട് ഇത് മാറണത് എങ്ങനെയാണ്? മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. ഇപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോഴാണ് മൂല്യം വർദ്ധിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള സിംഗിൾ ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ നമ്മൾ ഏറ്റുപറയണം. വേറെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. മനുഷ്യർ ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ ഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹത്തിന് എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായി നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കായിട്ട് വാട്ട്സ് ദാറ്റ്? മനുഷ്യരുടെ മുമ്പേ കർത്താവിനെ ഏറ്റുപറയണം. പക്ഷേ നിങ്ങളത് കൊടുക്കുമ്പോഴേ കർത്താവിനെ തന്നെയാണ് ഏറ്റുപറയേണ്ടത്. അല്ലാതെ സാരി കൊടുത്തു, ഷർട്ട് കൊടുത്തു, ഭക്ഷണം കൊടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ആൾ കളിക്കാനും നിങ്ങൾ കരുണയുള്ള ആളാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും അവരോടൊക്കെ ഇരുന്ന് നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടാൻ വേണ്ടി നിങ്ങളെ ക്രിസ്തുവിൻ്റെ മൂടുപടം ചൂടിക്കൊണ്ട് നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്തെങ്കിൽ അത് ഏറ്റുപറച്ചിലല്ല, അത് നിങ്ങളെ ഏറ്റുപറച്ചിലാണ്. എന്നിട്ട് നിങ്ങൾ അവരോട് പറയണം, ഞങ്ങൾ സഹോദര, ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തരണത് ക്രിസ്തുവിനെ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണെന്ന് പറയണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു വിശക്കുന്ന ഭക്ഷണം കൊടുക്കണമെന്ന്. ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു ദാഹിക്കുന്ന കുടിക്കാൻ കൊടുക്കണമെന്ന്. ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു എന്ത് പറഞ്ഞു? വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണമെന്ന്. അത് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിലായി പോകും. നിങ്ങൾക്ക് അങ്ങനെ എത്രയോ പേര് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്.
അതല്ല, ആ കൊടുക്കണമല്ല. നിങ്ങൾ ഒരു ഗ്ലാസ്, കർത്താവ് പറഞ്ഞത് സ്വർണ്ണക്കിരീടം കൊടുത്തില്ലെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കണമെങ്കിലും ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:42 10:42 ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞോ. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളമായിരിക്കും, പക്ഷെ അത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കണം. കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോഴാണ് ഈ കൃപയെല്ലാം ഇരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമം, കാര്യം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന കൃപ നമ്മളിലേക്ക് ഡൗൺലോഡ് ആകണത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. മഹത്വം ഇരിക്കണം. ഇതിനകത്ത് ഇതെല്ലാം ടെക്നിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി, ആ ഒരു ഫോർമുല കണ്ട 4:20 വായിച്ച് 4:20 റോമ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൊക്കെ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പത്രോസ് 4:11 എന്താ പറയണത്? ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണം എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ശക്തി പ്രാപിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവത്തെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റു പറയുക തന്നെ അർത്ഥം. മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹത്വം തോത്രം എന്താ പറഞ്ഞ് വിറച്ച തല്ലി പിടിച്ചുകൊണ്ട് വിറവാദം പിടിക്കണമല്ല. മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വിഷയം നമ്മൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് എല്ലാം നാമത്തിൻ്റെ യേശുവിൻ്റെ. ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഭൂമിയിൽ കർത്താവ് കുറേ വിഷമം അനുഭവിച്ച ആളാണ്. ഭൂമിയിൽ വെച്ചാണ് കർത്താവ് 10 ദിവസം ഭൂമിയിൽ വെച്ചാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്. ഭൂമിയിൽ വെച്ചാണ് പീലാത്തോസ് കൊല്ലാൻ വേണ്ടി കർത്താവിൻ്റെ കൈ കഴുകി വിട്ടത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് യൂദാസ് മുത്തിക്കൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അവ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റവർ ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമാണ് ഭൂമി. ഈശോയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഭൂമി തൻ്റെ പ്രാണപ്രിയ ശിഷ്യൻ തന്നെ കണ്ടില്ലെന്ന് അറിഞ്ഞില്ലെന്ന് പറയുന്ന കൈ ഒഴിയുന്ന സ്ഥലമാണ് ഭൂമി. ഈശോ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ജീവിതാനുഭവം എന്ന് പറയുന്നത് സ്വന്തം പ്രാണപ്രിയനായ ശിഷ്യൻ തന്നെ മുത്തിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന ഭൂമി. പക്ഷേ ഭൂമിയെക്കുറിച്ച് കർത്താവ് പറയണത് ഇത് യുദാസിൻ്റെ ഭൂമിയാണ്, യുദാസ് ഒറ്റിക്കൊടുത്ത ഭൂമിയാണ്, ഇത് പത്രോസ് കൈ ഒഴിഞ്ഞ ഭൂമിയാണ്, ഇത് പീലാത്തോസ് കൈ കഴുകിയ ഭൂമിയാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ ഭൂമി പിതാവെ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തേണ്ട ഇടമാണെന്ന്. ഈ പത്രോസിലൂടെ, പീലാത്തോസിലൂടെ, അതുപോലെ യുദാസിലൂടെ കിട്ടിയ ദുരനുഭവങ്ങളിലൂടെ അത് നിൻ്റെ നാമത്തിൽ നിന്നുള്ള സ്നേഹത്താൽ ഞാൻ സ്വീകരിച്ചപ്പോൾ പിതാവെ ഭൂമിയിൽ അതുവഴി ഞാനങ്ങയെ മഹത്വപ്പെടുത്തി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17:4 പറയണത്. ഓരോ അനുഭവങ്ങളും ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദുഃഖാനുഭവം, ദുരിതാനുഭവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള, നിത്യത ആഗ്രഹിക്കാനുള്ള, ആർജിക്കാനുള്ള അഭിഷേകമായിട്ട് ദൈവത്തിൻ്റെ അവസരമായിട്ട് കാണണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.